നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 2-ാം തീയതി 1200-ാം ആണ്ട് കന്നിമാസം 16-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസമാണ്. അതായത് മറ്റൊന്ന്, ഇന്നത്തെ ദിവസം അമാവാസിയാണ്. ഇന്ന് ഉത്തര നക്ഷത്രമൊക്കെയാണ്, നല്ല നക്ഷത്രമാണ്. എങ്കിലും ഇന്ന് അമാവാസിയാണ്, കറുത്ത വാവ് ദിവസമാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ദിവസമാണ് അമാവാസി ദിവസം. ഒരു ശുഭകാര്യങ്ങളും അമാവാസിക്ക് ചെയ്യരുതെന്നാണ്. ബുധൻ പ്രവൃത്തികാരകനാണ് ഒക്കെ ആണെങ്കിൽ പോലും അമാവാസി ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇരുട്ടത്തായി പോകുമെന്നാണ്. ഇരുട്ടത്താവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടാതെ വരും, നമുക്ക് കഷ്ടതയുണ്ടാവും, നമുക്ക് പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ നേരിടേണ്ടി വരും. അതുപോലെ അപ്പോൾ ഇന്ന് ഒരു ശുഭകാര്യങ്ങൾക്കും കൊള്ളാത്ത ദിവസമാണ്. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാവട്ടെ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഉത്തര നക്ഷത്രം, അതായത് കന്നിമാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അമാവാസിക്ക് ബർത്ത്ഡേ വരിക എന്ന് പറയുമ്പോൾ ഇരുട്ട് വ്യാപിക്കും, പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ബുധനാഴ്ചയും കൂടി ആയതുകൊണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടത ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. ജോലിയിലിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം. എടുത്തു ചാടി വേറെ ജോലിയിലേക്കൊന്നും ചാടാൻ നോക്കരുത്. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ജോലി ഓക്കെ ആവാതെ ഇരിക്കുന്ന ജോലിയിൽ നിന്ന് മാറരുത്. അതുപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാതിരിക്കുക. ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു പോവേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അത് നിസ്സാരമായിട്ട് കാണരുത്, വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോവേണ്ട ഒരു വർഷം തന്നെയാണ്. അതുപോലെ പലതരത്തിലുള്ള ശാരീരിക മാനസിക അസ്വസ്ഥതയുണ്ടാവും. ഇരുട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇരുട്ട് വ്യാപിക്കും, അതായത് സന്തോഷം തരത്തില്ല. പലതരത്തിലുള്ള ശാരീരിക വിഷമാവസ്ഥകളും ഉണ്ടാവും. അതുകൊണ്ട് അതിന് ചെയ്യേണ്ട ഒരേ ഒരു പ്രതിവിധി, അമാവാസിയെ ഇരുട്ടത്ത് നിന്ന് കരകയറാൻ വേണ്ടി പൗർണമി പൂജ ചെയ്യണം. പൗർണമി വ്രതം നോക്കുകയും എല്ലാ മാസവും പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യണം. ചെയ്യുമ്പോൾ ഈ ഇരുട്ട് മാറിക്കിട്ടും, കുറേ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാല സമയം നോക്കി വേണം പോകാൻ. രാഹുകാലം ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്കാണ്. 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണി 14 മിനിറ്റ് തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 1:30 മണി വരെ എന്ന് വച്ചിട്ടുണ്ടെങ്കിലും 1 മണി 44 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ 12:14 തൊട്ട് 1:44 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്കെടുക്കരുത്. ഇന്ന് അമാവാസിയാണ്. അതിനൊപ്പം തന്നെ 2 നെഗറ്റീവായിട്ടുള്ള സമയങ്ങളുണ്ട്, ഗുളികകാലവും യമകണ്ഠകാല സമയവും. ഇത് വളരെ സൂക്ഷിക്കണം. ഒന്നാമത് കൊള്ളൂല. അതിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അമാവാസ്യയും കൂടി ആയതുകൊണ്ട് അവർക്ക് ശക്തി കൂടുതലുള്ള സമയമാണ്. അതിൽ ഗുളികകാല സമയം വരുന്നത് 10:44 തൊട്ട് 12:14 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 7:46 തൊട്ട് 9:15 വരെയും. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇരുട്ടത്ത് തന്നെ കുറച്ച് പ്രകാശം തരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈ സമയം അതിന് വേണ്ടി തിരഞ്ഞെടുക്കണം. അപ്പോൾ അമാവാസിയുടെ ദോഷം തന്നെ കുറയ്ക്കുന്ന സമയമാണ് 11:50 തൊട്ട് 12 മണി 38 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ചെയ്തേ തീരുള്ളെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ പച്ച കളറിലുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും. പച്ച കളറ് എന്ന് പറയുമ്പോൾ കടും പച്ച ഇട്ടുകൊണ്ട് പോകണമെന്നല്ല. ഇപ്പോൾ കളറ് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ പച്ച കളറും കൂടി ഉണ്ടായിരിക്കണം.
അത് ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച കളർ വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നത് നമ്മളുടെ നെഗറ്റീവിനെ കുറയ്ക്കാനും പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ഒരുവിധ ദോഷവും വരാതിരിക്കാൻ വേണ്ടി പ്രപഞ്ചമാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.